ഹലോ ഗായ്സ്, വെൽക്കം ടു ലോക്കി ഡോക്കീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല കുറച്ച് പോത്ത് കിട്ടിയാൽ എങ്ങനെ ഇറച്ചിച്ചോറുണ്ടാക്കാം അഥവാ കുക്കറിൽ എങ്ങനെ പോത്ത് ബിരിയാണി ഉണ്ടാക്കാം എന്ന് നോക്കാം. തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം ഗൈസ്. ആദ്യം കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒരുമിച്ച് അരച്ച് അത് വെക്കുക. കുറച്ച് തക്കാളി അരിഞ്ഞിങ്ങനെ വെക്കുക. കുറച്ച് മല്ലി പുതിന കറിവേപ്പില. പോത്തിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. നല്ലോണം ഒന്ന് തിരുമിക്കോളൂ. എന്നിട്ട് ഈ ബീഫിനെ കുക്കറിലാക്കി ഒരു 5-6 വിസിലടിപ്പിക്കാം. മീൻ വയൽ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയുടെ പകുതി എടുത്ത് വറുക്കാം. ഇനി വേറൊരു പാനിൽ നമ്മൾ ഓയിൽ ഒഴിക്കും. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, തക്കോലം, പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കിടിപിടികളെല്ലാം അതിനകത്തോട്ട് പൊട്ടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യുക. ഇതൊന്നും കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതൊക്കെ ഇടണം ഗൈസ്, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി സവാള ഇടുന്നതിൻ്റെ കുറച്ച് ASMR കേൾക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തക്കാളി നല്ലോണം വഴറ്റിയെടുക്കുക. ഇതൊന്ന് നല്ലോണം വാടി വരുമ്പോൾ ഇലകളൊക്കെ ഇടുക. ഇനി നമ്മൾ കുറച്ച് തേങ്ങയും കുറച്ച് കാഷ്യൂ നട്ടും കൂടി നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇച്ചിരി വെള്ളം ചേർക്കാം. ഇതൊരുപാട് ചൂടാക്കരുത്. അപ്പോഴേക്കും കുറച്ച് തൈര് ചേർക്കുക. പിന്നെ വറുത്ത് വെച്ചേക്കുന്ന സവാള ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ വെരി വെരി ടേസ്റ്റി മസാല. നല്ല ടേസ്റ്റ് അതിന്. നല്ലോണം വഴറ്റിയെടുക്കണേ. ഈ മസാലയിലാകെ നമ്മൾ വെള്ളം ചേർക്കുന്ന ആ തേങ്ങ കാഷ്യൂ നട്ട് മിക്സിൽ മാത്രമേ ഉള്ളൂ. ബീഫിൻ്റെ സ്റ്റോക്കും പിന്നെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന നെയ്യുമാണ് ഇതിൻ്റെ ഫ്ലേവർ. ഇനി ടൈം ഫോർ പൊടികൾ. മല്ലിപ്പൊടി, അതിൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നിട്ടുണ്ട്. ഇനി ബാക്കി മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമ്മൾ ബിരിയാണി മസാല ചേർക്കും. കഴിഞ്ഞു, പൊടികളുടെ പരിപാടി കഴിഞ്ഞു. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ബീഫിൽ ഉപ്പുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർക്കാം. ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും, പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ്. അടിപൊളിയാണ് ഗൈസ്. അനാവശ്യമായിട്ടൊന്നും ചേർക്കരുത്. ബീഫ് വേവാൻ വെച്ച് കുക്കർ തുറന്നു നോക്കാം. വെന്തു. ഇനി ഈ മസാല നമ്മൾ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക. അതോടുകൂടി നമ്മുടെ ഇറച്ചിച്ചോറിന് മസാല സെറ്റായി. ഇനി കഴുകി വെച്ചേക്കുന്ന ബസ്മതി റൈസ്, ഇത് 1.5 ഗ്ലാസ് ഉണ്ട്. ജീരകശാല ചേർക്കാൻ പറ്റുമെങ്കിൽ അതാണ് ബെസ്റ്റ്. നല്ല തിളച്ച വെള്ളം. 1.5 ഗ്ലാസ് അരിക്ക് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ചേർക്കണം. ഈ സമയത്ത് നമുക്ക് റൈസിനും കൂടെ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അടച്ചു വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ. കഴിഞ്ഞ പരിപാടി. നമ്മുടെ ഇറച്ചിച്ചോറ് നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി പാകത്തിന് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ആദ്യം പതുക്കെ ഇങ്ങനെ ഇളക്കി നോക്കുക. ഒരറ്റത്ത് നിന്ന് എടുക്കുക. ഇനി നമുക്കിത് പതുക്കെ പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, എടുക്കുക. പതുക്കെ ഒരു പ്ലേറ്റ് വയ്ക്കുക. ഇതിപ്പോൾ നല്ല ചൂടാണ്. നമ്മൾ ആ ചൂടോടെ വിളമ്പുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ കറക്റ്റ് ആ അരിയൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കും. എളുപ്പമാണെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. കഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഇതൊക്കെ ഒന്ന് ഒരുക്കി കൊണ്ടുവരുന്നതാണ് ഒരു ചെറിയ ടാസ്ക്. അതേ ഉള്ളൂ. പിന്നെ ഈ 2 പാത്രം മതി നമുക്ക്. ഈ ഒരു കുക്കറും പിന്നെ ഈ 2 പാനും മാത്രം മതി. ഇനിയാണ് മെയിൻ കഥാപാത്രത്തിൻ്റെ എൻട്രി. ജിതുമോൻ. കഴിക്ക് കാണട്ടെ. കണ്ട അഭിനയിച്ചു കൊള്ളാക്കണ. വേറെ നെയ്യൊന്നുമില്ല, ബീഫിന്റെ നെയ്യ് മാത്രം. നെയ്യും റൈസും സാധനമൊക്കെ വെച്ച് കഴിക്കാൻ പറ്റില്ല. നമ്മളിതിലാകെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ, സവാള വറുക്കാനും മസാല ഉണ്ടാക്കാനുമായിട്ട്. അങ്ങനെ സാധനം അപ്രൂവലായിട്ടുണ്ട് ഗൈസ്. കൊള്ളാം, സെറ്റാണ്, ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ജീരകശാല റൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. തോന്നലല്ല, ജീരകശാല റൈസ് ആണെങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ. ആൻഡ് പീലുവിന് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. പാവം പീലു നോക്കിയിരിക്കുന്നുണ്ടില്ലേ. ബിറ്റ്വീൻ പാർഡൻ മൈ ലുക്സ്, എന്നെ നോക്കരുത് ഗൈസ്, ഞാൻ അടുക്കളയിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി വന്ന കോലമാണിത്. കോലം ചെറുതായിട്ടൊന്ന് മാറി ഞങ്ങൾ പീലുവിനെ കൊണ്ടൊന്ന് പുറത്ത് പോവാണ്. ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി പുന്നാരം കൂടുതലാണ്. ഞങ്ങളുടെ പുന്നാരി പിക്കിൾസാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഡു ട്രൈ ഇറ്റ് ഔട്ട്. എന്നാൽ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ, സീ യു.